കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ അന്വേഷണ റിപ്പോർട്ട് 4 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പറഞ്ഞു. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ചാണ്ടിയുമ്മൻ MLA ആവശ്യപ്പെട്ടു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് മന്ത്രി VN വാസവനും വ്യക്തമാക്കി. ഇന്നലെ സംഭവസ്ഥലം സന്ദർശിച്ച ജില്ലാ കളക്ടർ സൂപ്രണ്ട് അടക്കമുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. അപകട ഭീഷണി ഉണ്ടായിരുന്ന കെട്ടിടത്തിൽ ആളുകളെ താമസിപ്പിച്ചത് എന്തിനെന്നുള്ള ചോദ്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇതുകൂടാതെ മറ്റു ചില വിവരങ്ങൾ കൂടി കണ്ടെത്തിയെന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച ശേഷം റിപ്പോർട്ട് 4 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കും. PWD പിന്നെ അതിൻ്റെ ഡേറ്റ് ഓഫ് പെർമിറ്റ് അതെല്ലാം കൂടെ ഒന്ന് കിട്ടിയാൽ ഒരു 2-4 ദിവസത്തിനകം കൊടുക്കാൻ പറ്റും. ബലക്ഷയം ഇല്ലാത്തല്ല, അത് നാളുകളായി പ്രവർത്തിച്ചിരുന്നതല്ലേ, ആൾറെഡി ഉള്ള ബിൽഡിംഗ് ആണ്. എന്നാൽ കളക്ടറുടെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയായ കളക്ടർ അന്വേഷിക്കുന്നതിനോടാണ് എതിർപ്പ്. ഇതിനകത്ത് പല നിലയിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ പണി പൂർത്തിയായ മെഡിക്കൽ കോളേജ് രണ്ടും തുറന്നില്ല, അവിടെ സാധനങ്ങളില്ലേ, അതാണോ കാരണം? ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റി 2.5 വർഷമായിട്ട് കൂടിയിട്ടില്ല. അത് വിളിക്കാത്ത ആരാണ് ഉത്തരവാദി? അതിന് അന്വേഷണം നടത്തുന്നതിൻ്റെ ചെയർമാനാണോ? അല്ലല്ലോ. അപ്പോൾ ഒരിക്കലും സാറ്റിസ്ഫാക്ടറി അല്ല. അതേസമയം മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവത്തിൽ സൂപ്രണ്ടിനെതിരെ നടപടി ഉണ്ടാകില്ലെന്ന് മന്ത്രി VN വാസവനും പറഞ്ഞു. അല്ല, സൂപ്രണ്ട് അതിനകത്ത് വേറൊരു ഉത്തരവാദിത്തം എടുക്കേണ്ട കാര്യം അതിനകത്ത് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ഇത് മന്ത്രിമാരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഒരു കാരണം അദ്ദേഹം ഇന്ന് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല തൊറാസിക് സർജനാണ്, സത്യസന്ധനാണ്. സംഭവത്തിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. മെഡിക്കൽ കോളേജിലേക്ക് വിവിധ സംഘടനകൾ മാർച്ച് നടത്തി. ടോബി ജോൺസൺ, 24 കോട്ടയം.